CJP പ്രതിഷേധത്തോട് കോൺഗ്രസ് നിലപാടിൽ വിമർശനവുമായി ഇടത് എംപിമാർ. കോൺഗ്രസ് നിലപാട് ദൗർഭാഗ്യകരമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി. സമരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നുവെന്നും ഇടത് എംപിമാർ. വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അതായത് പ്രതിപക്ഷത്തെ മുൻനിര നേതാക്കളൊക്കെ ഇവിടെ CPM-ന്റെ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി ഉൾപ്പെടെ എത്രയോ ദേശീയ നേതാക്കൾ ഇവിടെ വന്നു. കോൺഗ്രസിന്റെ നേതാക്കൾ ഇങ്ങോട്ട് കടന്നു വരാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ രാജ്യത്തോട് വിശദീകരിക്കേണ്ടി വരും. ഒരുപക്ഷെ രാജ്യത്ത് പടർന്നു പന്തലിക്കുന്ന വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കളങ്കമായിട്ട് വേണമെങ്കിൽ മാറിക്കൂടായില്ല എന്നുള്ള കാര്യം കോൺഗ്രസിലുള്ള നേതാക്കൾ മനസ്സിലാക്കേണ്ട സമയമായിരിക്കുകയാണ്. വിഷ്ണു തരൂലാണ് ദില്ലിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, കുറച്ച് ദിവസങ്ങളായിട്ട് CJP അടക്കം രാജ്യത്തെ യുവത തെരുവിലാണ് അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി. ആ ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ ഒരു സാന്നിധ്യവും അത്തരത്തിൽ CJPക്കോ മറ്റ് വിദ്യാർത്ഥികൾക്കോ പിന്തുണയുമായിട്ട് അവിടെ എത്താത്തൊരു സാഹചര്യം. പ്രധാനമായിട്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള യാതൊരു വിവരം പോലും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളായി ഇല്ല. അതിനെതിരെയാണ് ഇപ്പോൾ ഇടത് എംപിമാർ അതിരൂക്ഷമായ വിമർശനം ഉയർത്തുന്നത്. എന്താണ് വിവരങ്ങൾ? അക്ഷയ്, CJP പ്രതിഷേധത്തിന് പിന്തുണ നൽകിക്കൊണ്ടാണ് ഇന്ന് ഇടത് എംപിമാരൊക്കെ തന്നെ ജന്തർ മന്ദറിലെ പ്രതിഷേധ വേദിയിൽ എത്തിയത്. ഏതായാലും ഇടത് എംപിമാരൊക്കെ തന്നെ സമരത്തിന് പൂർണ്ണ പിന്തുണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടിയാണത്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന ഈ ഒരു അതിക്രമത്തിനെതിരെ വലിയ വിമർശനം കൂടി ഇടത് എംപിമാർ ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനമായി കോൺഗ്രസിനെതിരെയും വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം ഇത്രത്തോളം വലിയൊരു പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടും അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ള ഇടത് എംപിമാരൊക്കെ തന്നെ ഉയർത്തിക്കാട്ടുന്നത്. നിലവിൽ ജോൺ ബ്രിട്ടാസ് MP ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത് ഈ ഒരു സമരത്തിന്റെ, അതായത് എത്രത്തോളം വലിയ പ്രാധാന്യമുള്ള ഒരു സമരമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലേ എന്നതാണ്. ഇനി അത്തരത്തിൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചരിത്രപരമായിട്ടുള്ള ഒരു കളങ്കമായി മാറുമെന്നത് കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കണമെന്നതാണ് എന്തായാലും ജോൺ ബ്രിട്ടാസ് MP ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ റഹീം MPയും പറയുന്നത് കോൺഗ്രസ് ഈ ഒരു സമരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത്തരത്തിൽ കോൺഗ്രസ് സമരത്തിന്റെ പ്രാധാന്യം ഈ രാജ്യത്തെ യുവജനങ്ങളുടെ പൾസൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നൊരു കാര്യമാണ് റഹീം MPയും ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. വലിയ രാഷ്ട്രീയ വിഡ്ഢിത്തമാണ് ഇപ്പോൾ കോൺഗ്രസ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ രാഷ്ട്രീയ അജണ്ടയിൽ നിശബ്ദ കാഴ്ചക്കാരെ കോൺഗ്രസ് നോക്കി നിൽക്കുന്നെന്ന വലിയ ഒരു വിമർശനം കൂടി റഹീം MP ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ കുറ്റകരമായ മൗനത്തിന് വരും കാലങ്ങളിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ വില കൊടുക്കേണ്ടി വരുമെന്നതടക്കമുള്ള വിമർശനമാണ് എന്തായാലും ഇടത് പക്ഷം ഉന്നയിക്കുന്നത്. അക്ഷയ്.